ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കാട്ടോ. അതെ കുരിപ്പുകൾ 2 അതെ ഇവിടെ അലമ്പുണ്ടാക്കണം. സെക്യൂരിറ്റി ചെക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് ബാഗുകളുടെ വെയിറ്റും കുഴപ്പമുണ്ടായി. ഇതിപ്പോൾ ചെറിയൊരു എയർപോർട്ടാട്ടോ, എയർ കാനഡയുടെ കൗണ്ടർ. ഇത്രേ ഉള്ളൂ ആകെ ഇവിടെ ഗേറ്റ്. അത് കുറച്ച് ഗേറ്റുള്ളൂ. ഈ കിടക്കുന്ന ഫ്ലൈറ്റ് ആയിരിക്കും നമ്മുടെ എയർ കാനഡയുടെ ചെറിയ ഫ്ലൈറ്റ്, ഡൊമസ്റ്റിക് അല്ലേ. അങ്ങനെ ഞങ്ങളിനിപ്പോൾ അവളൊന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടി പോകുന്നു. അവിടെ ഒരു ടിം ഹോട്ടൽസ് ഉണ്ട്. ഓക്കെ, ഫുഡ് അത് കഴിക്കുവോള്? കഴിക്കുന്നുണ്ട്. അപ്പോൾ ആബിയുടെ ഫുഡ്. ഓക്കെ, ഇവിടെ ടിം ഹോട്ടൽസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും മേടിക്കാമല്ലേ ടിം ഹോട്ടൽസിന്? ആയിക്കോട്ടെ, പമ്പരം കാണിച്ചു കൊടുത്തു. അതെ, നമ്മളെല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ എയർപോർട്ടിൽ വന്ന് നോക്കാറുണ്ട് ഫ്ലൈറ്റ് ഇറങ്ങണം കയറണം. ഇപ്പം നമ്മൾ ആ പോണ ഒരു ദിവസം വന്നേക്കാണല്ലേ. അതെ, എക്സൈറ്റ്മെന്റ് മുഖത്തുണ്ടോ? വീട്ടിൽ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല അവൻ്റെ കാര്യം. അപ്പോൾ അതുണ്ട്. പിന്നെ ആബിയുടെ ആദ്യത്തെ ഫ്ലൈറ്റാണ്. അപ്പോൾ എനിക്കറിയില്ല ആബിനെ കൊണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആരുണ്ടായില്ല. ഞാൻ തന്നെ വന്നു. അങ്ങോട്ടും ഒരു കൊച്ചും കൂടെ ഇടാമോ. ആബി ഈസ് വെരി ഡേഞ്ചറസ്. അപ്പോൾ അവള് എന്താ പറയാ, അവളത് എൻജോയ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ജേർണി നല്ലതായിരിക്കും. നമുക്ക് നോക്കാം. ഇത് കുഴപ്പമില്ല. ഇതിപ്പോ 1.5 മണിക്കൂർ ട്രാവൽ ഉള്ളൂ. അവിടെ നമുക്ക് 13 മണിക്കൂറുണ്ട് മോൺട്രിയൽ ടു ദുബായ്. ദുബായാണ് നമുക്ക് 13 മണിക്കൂറുണ്ട് കണ്ടിന്യൂസ്. അപ്പോൾ അറിയില്ല, ചിലപ്പോൾ അവളത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല. നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. എന്തായാലും അവൾ ഇനി ഇതേ ബാക്കി കഴിക്കുന്നുണ്ട്. ഞാൻ ബാത്റൂം പോയി മേത്തൊക്കെ ഇട്ട് അലമ്പാക്കി. ആബി ഇതോടെ കഴിച്ചോ? വെള്ളം കുടിച്ചോ? പാപ്പ നിന്നോ. മേത്തൊക്കെ ചാടിച്ചു അല്ലേ ആബി? ഇനി ആബിനൊന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. ഞങ്ങളിത് നേരത്തെ കയറി കേട്ടോ. സമയം എന്തായി? ഞങ്ങളിത് 8:30 ആയപ്പോഴത്തേക്കും സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ 11 മണിക്കാണ് ഫ്ലൈറ്റ്. അതുവരെ ഞങ്ങളിവിടെ പോസ്റ്റാണ്. കളിക്കുന്ന ഒരു പ്ലേ ഏരിയ കേട്ടോ. അപ്പോൾ ആബിനെ ഞാൻ അവിടെ കൊടുക്കുന്ന. ആബി അവിടെ തന്നെ ഭയങ്കര വാശി. ആബി കരയണം. എന്താ ആബി അത്? അതെ ആബി ദേട്ടാ. ആബി വാ സ്ക്രീനിലാണ് നോക്കി. എന്നത്? അതെന്നത് എന്നത്? ഇച്ചായനവിടെ നമുക്കൊരു ടിം ഹോട്ടൽസ് ഉണ്ട് ഇവിടെ പുറത്ത്. അപ്പോൾ അവിടെ പുറത്തല്ല, നമുക്ക് ഇതിനകത്ത് തന്നെ കുറച്ച് അങ്ങോട്ട് മാറില്ല. അപ്പോൾ അവിടെ ഒരു കോഫി പിന്നെ എന്തെങ്കിലും സ്നാക്സ് അതിൽ എടുക്കാൻ വിചാരിച്ചിട്ട് അവിടെ പോയിക്കുവാണ് കേട്ടോ. ഞാൻ തന്നെ കുറച്ച് ഇരിക്കാൻ വിചാരിച്ചു. അതെന്നാ പറയാം, അയ്യോ അങ്ങനെ നമ്മൾ വീടെല്ലാം ലോക്ക് ചെയ്ത് നമ്മൾ താത്തോടെ ഏൽപ്പിച്ചിട്ടാണ് പോന്നിട്ടുണ്ട്. ഇൻകേസ് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ പിള്ളേരുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ അവിടെ പേപ്പറുകൾ കൊടുത്തിട്ട് പോകുന്നു. ഇൻകേസ് എന്തെങ്കിലും ആവശ്യങ്ങൾ തുറക്കാനൊക്കെ ആയിട്ട്. അതിവിടെ അവരിതിവിടെ ഫ്ലൈറ്റിൻ്റെ ഒക്കെ കണ്ടോ പടം വരച്ചാണോ കണ്ടോ. അത്യാവശ്യം എയർപോർട്ടിൽ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ പിള്ളേരുണ്ടെങ്കിൽ ഇത് നല്ലതാണ്. ഇവിടെ വന്ന് അവർ കളിച്ചോണ്ട് വന്നോളൂ. ഈ ചായ പോയി ടിമ്മിന്ന് എന്നാ മേടിച്ചേ? സ്ക്രാമ്പിൾ എഗ്. ഓക്കെ, അപ്പോൾ ഇനി എന്നാ നമുക്ക് ഫുഡ് കഴിക്കാം. അന്ന് ഇച്ചാൻ ഇവിടെ ഇരുന്നോ? അതെ, ഞാൻ അപ്പുറത്തെ സ്ഥലം ഇരിക്കാം. നമ്മളിനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ. ഓക്കെ, വാവ്. ആബി ഇപ്പം എന്ത് പറഞ്ഞാലും വാവ് പറയും കേട്ടോ. വാബി ആബി വരാം. അത്രയും വാവും ഇല്ലല്ലോ എൻ്റെ വാവിനല്ലേ ആബി. ചൂടുണ്ടോ നോക്കിട്ട് കൊടുക്ക്. ചായ ഇച്ചാൻ കഴിക്കോ കുറച്ച്? ആണോ? ഹായ്, എമ്മിയാണോ? അപ്പൊ തരും, കയ്യിലാക്കണ്ട കുഞ്ഞോനെ. അപ്പൊ തരും. എമ്മിയാണോ? ഓ മൈ ഗോഡ്, എമ്മി പാപ്പം. ഞങ്ങളെന്നാ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നമ്മുടെ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞത്. നമ്മളപ്പോ ഫ്ലൈറ്റിൽ കയറാൻ പോണം കേട്ടോ. ഫ്ലൈറ്റിലേക്ക് കയറ്റി. അപ്പൊ മറ്റേ പോർട്ടർ അല്ലായിരുന്നല്ലേ? പോർട്ടർ ഞാൻ ഇത് കണ്ടില്ലേ? അപ്പൊ എന്നെ നോക്കിക്കോ. എന്റെ നമ്മള്
സൈഡിലേക്ക് കയറാം കേട്ടോ. ഞാൻ ആബീനെ എൻ്റെ കയ്യിൽ നിന്ന് ഇച്ചാലയിലേക്ക് കൈമാറിയതിനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ നമുക്ക് വിൻഡോസിൻ്റെ അവിടെ കിട്ടിയേക്കുന്നത്. Under the seat in front of you, we have a pretty full site today, so we ask for collaboration to only put larger items, such as rolling back in the overhead bins and place all smaller items, നോക്കി or coats under the seat in front of you. ഇവിടെ ഇച്ചാനിവിടെ സീറ്റിന് ഇത് ലെങ്ത്തില്ലാത്തതുകൊണ്ട് കാലിരിക്കും കേട്ടോ. ഭയങ്കര നിനക്ക് കറക്റ്റ് വിൻഡോ സീറ്റ് കിട്ടിയല്ലോ. വിൻഡോ സീറ്റ് കിട്ടി. ആദ്യം വന്നപ്പോൾ തന്നെ കിടന്നു. ആദ്യം ഉറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല. 1.5 മണിക്കൂറത്തേക്കൊന്നും ആദ്യം ഫസ്റ്റ് ടൈമോ വിൻഡോ സീറ്റ് കിട്ടുന്നത്, ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ലേ? നമുക്ക് ഇനി അങ്ങോട്ട് ഫുള്ള് വിൻഡോ സീറ്റാ. ആണോ? ഞാൻ ബുക്ക് ചെയ്തേക്കണ എല്ലാം വിൻഡോയാ. അപ്പോൾ എല്ലാം ഞാൻ ഇരുന്നതാ. അത് പള്ളി പോയി പറഞ്ഞേ. എനിക്ക് ആദ്യമായിട്ട് വിൻഡോ സീറ്റ് ഇരിക്കാൻ ഒരു അവസരം കിട്ടണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ ചെന്നിരിക്കുമ്പോൾ എനിക്ക് മറ്റേ കാലിടിക്കും. ഇതാകുമ്പോൾ കറക്റ്റ് കൊച്ചുള്ളതുകൊണ്ട് ഫ്രണ്ടിലത്തെ സീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാല് നിവർത്തിച്ചിരിക്കാം. സീറ്റ് ബില്ല് കിട്ടോ? ഇത് പെട്രോൾ അടിക്കണോ? അത് സീറ്റ് ബില്ല് ആകുന്നു. പെട്രോളല്ല, പെട്രോൾ ഫ്ലൈറ്റിന് പെട്രോളും ഡീസലൊന്നല്ല അടിക്കണേ. അങ്ങനെ എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി അപ്പം എനിക്ക് ശ്വാസം മുട്ടണിക്കുക. ഇങ്ങനെ ശ്വാസം മുട്ട. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ വന്നപ്പോൾ ഇതുപോലെ പഞ്ഞി ഉണ്ട് കൊച്ചിൻ്റെ ചെവിയിൽ വെക്കാൻ. അല്ല, അവിടെ പാല് കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ആ പഞ്ഞി വെക്കണോ? പഞ്ഞി ഇവിടെ ബാഗിൻ്റെ സൈഡിൽ കിടക്കുന്നുണ്ട്. കാല് വേനൽക്കുണ്ടോ അപ്പിക്ക്? കാല് വേനൽക്കണമെന്നല്ലേ? ആ ഷൂ ഊരാനാ പറഞ്ഞ അപ്പി. അത് ഊരണ്ട അത് വേണ്ട. ഇത് കാക്ക 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 ഊരി വെച്ച് കൊടുക്കട. കാല് വേനൽക്കണ്ട. പോകുമ്പോൾ എടുക്കാൻ ഓർക്കണ്ടോ അബി? അല്ലെങ്കിൽ വീട് വരെ പോവില്ല. അത് ഇട്ട് കൊടുക്കട്ടെ. വേണമെന്നാണ് വേണ്ടെന്നാണ് അപ്പിക്ക് മനസ്സിലാവുള്ള ബമ്മുന്റെ ഭാഷ. അപ്പത്തന്നെ കൊച്ചിന് അപ്പുറന്ന് കൈ വരുന്നുണ്ട്. അപ്പുറന്ന് അമ്മാമ ഇവിടെ അങ്ങോട്ട് തോണ്ടി, അവിടുന്ന് അമ്മാമ ഇങ്ങോട്ട് കൈയിട്ട് തോണ്ടി. പകരത്തിന് പകരം ആബി. ഇതാട്ടോ ഫ്ലൈറ്റ്. ഒരുപാട് ചെറിയ ഫ്ലൈറ്റ് ഒന്നുമല്ല, എന്നാലും നമ്മുടെ പോർട്ടറിന്റെ അത്രയും ചെറിയ ഫ്ലൈറ്റ് അല്ല. എന്നാലും പമ്പരം ഫ്ലൈറ്റ് അല്ലത്, അതിനേക്കാൾ ഇച്ചിരി വലുതാ. അത് മൊത്തം എന്റെ കൊച്ചിന്റെ ചെവി തിരിക്കാൻ പോകണോ? രണ്ടു കുഞ്ഞ് മൊത്തം വേണ്ട. മറ്റേ ഇത് ഓർമ്മ, മറ്റേ ആ സിനിമ ഉണ്ടല്ലോ. അതേതാ? അത് മറ്റേ വെട്ടത്തില് ദിലീപിന്റെ പോറായിട്ട് ഒരാൾ അവിടെ നിന്ന് കൈ വീശി കാണിക്കുന്നുണ്ട്. എന്റെ റിവേഴ്സ് എടുക്കാം കേട്ടോ. ശ്വാസം കിട്ടും. അയ്യോ, നമ്മുടെ അടുത്തൊന്നും ആരും സീറ്റ് ബെൽറ്റ് വെച്ചൊന്നും നോക്കിയില്ലോ. ആൾക്കാരൊക്കെ വെച്ചു. അത് തന്നെ ലോക്കലല്ലേ പറയാ. ആബിന് മുറുക്കെ പിടിച്ചോട്ടോ. അയ്യോ, അതെന്താ? ആബിക്ക് സീറ്റ് ബെൽറ്റ് ഇല്ലല്ലോ. അതെ, അയാള് റെഡിന്റെ അത് കാണിച്ചു. പൊക്കളം പറഞ്ഞോ? റൺവേ ക്ലിയർ, റൺവേ ക്ലിയർ. പുള്ളി പൊക്കളം പറഞ്ഞു. അവിടെ ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലൂടെ പഞ്ഞിയാണ് തിരികെ. ഒരു ബോള് ഒരു പഞ്ഞി എന്റെ കൊച്ചിന്റെ ചെവി. ഞങ്ങളിനി ഇവിടുന്ന് മോൺട്രിയാൽ എന്നിട്ട് നമുക്ക് മോൺട്രിയാൽ ഇന്ന് സ്റ്റേ ഉണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായി പോയായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ട്രാവൽ ചെയ്യേണ്ട വന്നത്. അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി നാളെയായിരുന്നു. അപ്പം മോൺട്രിയാൽ സ്റ്റേ വന്നിട്ട് അവിടുന്ന് നമുക്ക് നാളെയാണ് ഫ്ലൈറ്റ് ദുബായിലേക്ക്. പിന്നെ ദുബായിൽ നിന്ന് നമുക്ക് അവിടെ ലേ ഓവർ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ ചൊവ്വാഴ്ചയാണ് നമ്മൾ ആക്ച്വലി നാട്ടിലെത്തത്തുള്ളൂ. ഇപ്പോൾ ഒന്ന് ശനിയാഴ്ച. അങ്ങനെ എന്താ പറയുക, ഒരുപാട് സന്തോഷങ്ങളും എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ ആബി ആദ്യമായിട്ടാണ് അവരുടെ നാട്ടിൽ പോയിട്ട് ഗ്രാൻഡ് പേരൻസിനെയും റിലേറ്റീവ്സിനെയും എല്ലാവരും കാണുന്നത്. ആബിക്ക് ഇപ്പോൾ 2 വയസ്സായില്ല, ഇതുവരെ ആരും ആബിനെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു മിക്സഡ് ഇമോഷനാണ്. അതായത് സങ്കടമാണോ സന്തോഷമാണോ എനിക്കറിയാൻ പാടില്ല എന്താ പറയുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിലും വന്നിട്ട് 3 വർഷമായി. അപ്പോൾ ഇച്ചായനാണെങ്കിലും എല്ലാവരും എന്താ പറയുക, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിലേക്കൊന്നും വിളിച്ചിട്ടില്ല, ഇനി വിളിക്കണം.
നമ്മൾ മോൺട്രിയാൽ എത്തിയിട്ട് വിളിക്കുന്ന ഒരു ടൈമിൽ വിളിക്കുവാണെങ്കിൽ പിന്നെ പ്രിപ്പറേഷൻ വരല്ലോ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഡൗട്ട് അടിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തിയിട്ടാണ് വിളിക്കാനായിട്ട്. നമ്മൾ ടേക്ക് ഓഫിന് റെഡി കേട്ടോ. ഇത്ര നേരം അവരുടെ എന്തോ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ അവരുടെ മറ്റേ സെക്യൂരിറ്റിയുടെ എക്സ്പ്ലനേഷൻ ഇതാണ്. നമുക്ക് ഇവിടുന്ന് 1.5 മണിക്കൂർ അല്ലേ? 1.5 മണിക്കൂർ ട്രാവൽ. റെഡി ഫോർ ടേക്ക് ഓഫ് ആണ്. നമ്മൾ ഇവിടുന്ന് 11 മണിക്ക് വരുന്നു, അവിടെ 11:30 എത്തുന്നു. എൻ്റെ ശ്വാസം ഇപ്പം മുകളിൽ കയറി പോകും. അല്ലാതെ നമ്മൾ ഇവിടുന്ന് 11 മണിക്ക് വരുന്നു, അവിടെ 11:30 എത്തുന്നു. പക്ഷെ 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. കാരണം ടൈം വേരിയേഷൻ അത് ക്യൂബക്ക് 1 മണിക്കൂർ പുറകിലായതുകൊണ്ട്, വേറെ ടൈം സോൺ ആയതുകൊണ്ട്. ആബിക്കത് കാണാൻ പറ്റില്ല. ആബി ഉറങ്ങും. ഇപ്പൊ നമ്മൾ ആകാശത്തേക്ക് പറഞ്ഞോ. എന്റെ ചെവി അടഞ്ഞു. പൊങ്ങിയില്ലോ? പൊങ്ങിയില്ല. എന്റെ ചെവിയിലല്ലേ പ്രശ്നമാണല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമല്ല ഇതുവരെ. പൊങ്ങിയിരിക്കുകയാണ് ഗൈസ്, നമ്മൾ പൊങ്ങിയിരിക്കുകയാണ്. പേടിച്ച് വരച്ചാണ് ഇരിക്കുന്നത്. മോങ്ടണല്ലേ കാണുന്നത്? അതെ, ഞങ്ങളപ്പോ പെട്ടെന്ന് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം പറയാല്ലേ. ആബി ഉറങ്ങി എന്തായാലും. ഇപ്പൊ നമ്മള് Pour votre sécurité, nous vous invitons à garder votre ceinture de sécurité bouclée en tout temps. Soyez prudents devant un coffre supérieur car il se peut que certaines choses aient changé de place au décollage. La réglementation fédérale interdit de fumer à bord. ഗാന്ധിയല്ലേ ഒരു മണിക്കൂറായി നമ്മൾ എയർപോർട്ടിന് മേളിൽ കിടന്ന് കറങ്ങുന്നത്. 1 മണിക്കൂറല്ല, 1.5 മണിക്കൂർ. ആബി ഇപ്പൊ എണീച്ച്. ആബി ഒന്നാമത് മറ്റേ വെതർ കുറച്ച് മോശം, കുറച്ച് വിൻഡിയല്ലേ. നല്ലതായിട്ട് എയർ ഗട്ടർ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കുലുക്കമുണ്ട് അല്ലേ? അപ്പുറത്തിരുന്ന ഏതൊരു പെണ്ണൊക്കെ കരയുന്നുണ്ടായിരുന്നു. കുറച്ച് എയർ സിക്നസ് അടിച്ചു അല്ലേ? അത് ആൾട്ടിറ്റ്യൂഡ് മാറിയതിന്റെ താഴെ തന്നെ മാറിക്കോളും. അപ്പോൾ വിളിക്കണ്ട. അപ്പോൾ വിളിച്ച് ഇപ്പൊ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടി വരും. ഞങ്ങള് മോൺട്രിയാലിന്റെ മുകളിൽ എത്തിട്ടോ, തിരിഞ്ഞും പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു അല്ലേ ആബി? ഛർദി. ഞാൻ ആകെ ആവശ്യമായി ഇത്ര സമയം കൊണ്ട്. പിന്നെ അവിടെ 1.5 മണിക്കൂർ യാത്ര നിത്ത് തളർന്ന. ഇനി 13 മണിക്കൂർ യാത്ര കിടക്കുക. പ്ലസ് ബാക്കി അവിടെ പോയി ആബി കാഴ്ച കണ്ടിരിക്കുക. ആബി ഇപ്പോഴൊക്കെ ഉറങ്ങിപ്പോയി. പുറത്ത് കണ്ടാവും മഴയാണ്. മഴ പെയ്തു തുടങ്ങി. നമ്മൾ കയറിയപ്പോ തന്നെ പറഞ്ഞല്ലോ ഇവിടെ മഴയായിരിക്കും. റെയിനാന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളിനി ബാക്കി പുറത്തിറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അതെ അതെ. അങ്ങനെ ഇവിടെ ലാൻഡ് ചെയ്തിട്ടോ ഞങ്ങൾ മോൺട്രിയാൽ എത്തി. ഫ്ലൈറ്റ് കുറേ നേരം അതിൻ്റെ മുകളിൽ കൂടെ കിടന്ന് കറങ്ങി ഇപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങളിതേ ഇവിടെ പിന്നെ നമുക്കിവിടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കാരണം ഡൊമസ്റ്റിക് അല്ലായിരുന്നു. ഇവിടെ എത്തി. ആബി കുറച്ച് ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും കുഴപ്പമുണ്ടായില്ലായിരുന്നു. കുറേ സമയം കിടന്ന് ഉറങ്ങി. ഞങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ പോയതിന് ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം. എവിടെ വഴിയെന്ന് മനസ്സിലാവില്ല. ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ, അധികം വലിയ എയർപോർട്ടൊന്നും അല്ല. നമുക്കിനി ഇവിടുന്ന് ഫ്ലൈറ്റ് ഉള്ളത് നാളെയാണ്. നാളെ 10:15 ഫ്ലൈറ്റ്. നാളെ വെളുപ്പിന് ഇറങ്ങണം. 10:15 ഒരു പട്ടീനെ കൊണ്ട് നോക്കി എയർപോർട്ടിൽ തിരക്കുണ്ട് കേട്ടോ. വെക്കേഷൻ ടൈമാണെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ. ഞങ്ങളിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാണ്. അവനവിടെ നമ്മളിവിടെ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചിട്ട് നമ്മളിപ്പോൾ നേരത്തെ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമോ ഹോട്ടലിൽ നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചോദിക്കാനായിട്ട് ഞാൻ അവിടെ പോയിട്ടാ അവർ വിളിക്കാനായിട്ട്. അപ്പം ഞാനും അപ്പോൾ എൻ്റെ വിളിക്കുന്ന ആൾക്ക് ഫുഡ് കൊടുക്കാം. എനിക്ക് എന്താണ് ഫ്ലൈ ചെയ്തിട്ട് എൻ്റെ പിന്നെ കുറച്ചു നേരം കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെങ്കിൽ എനിക്ക് ഛർദ്ദിക്കാൻ ഒരു കാരണം, അതായത് ഭയങ്കരമായിട്ട് മനം അറിയാം. ഞാൻ ഓർത്ത് ഛർദ്ദിക്കുന്നു. ഞാൻ പെട്ടെന്ന് എനിക്ക് പണ്ടുണ്ടായിരുന്നു ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് ഛർദ്ദിക്കാൻ വരില്ല. എന്താണെന്തോ എനിക്കാണ് ആറ്റിറ്റ്യൂഡ് മാറിയിട്ടായിരിക്കും.
അതിൻ്റെ ഇതൊന്നും ഇഷ്യൂ എനിക്ക് തോന്നുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ പെട്ടിത്തിരക്കൊക്കെ എടുത്തുകൊണ്ട് പോകണം ഇവിടുന്ന്. കുറിച്ചായിരുന്നോ? ആ അവർ പറഞ്ഞു ഡോർ നമ്പർ 7 or 8. അവിടെ വണ്ടി വരുമോ? വണ്ടി വരുമോ? വണ്ടി അവിടെ നിന്ന് പോകുന്നെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഇനി എന്നാ വിളിച്ചു വെച്ചപ്പോൾ വണ്ടി അവിടെ നിന്നിട്ട് വണ്ടി വരും നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. ഫ്ലൈറ്റിൽ ഉണ്ടാക്കി വെച്ചാൽ ഞങ്ങൾ നടന്ന് താഴെയായിരുന്നു ആദ്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ നടന്ന് മുകളിലേക്ക് വന്നു. പിന്നെ മുകളിൽ എവിടെയാണ് ആ ഹോട്ടലിൻ്റെ ആൾക്കാർ വണ്ടി കൊണ്ട് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ താഴെ മാത്രമായി എയർപോർട്ടിൻ്റെ കണ്ടുള്ളൂ. അന്നേരം ചെറുതായിരുന്നു, പക്ഷെ മുകളിലേക്ക് വലുതാണ് കേട്ടോ. അവിടെ ഒരു മൂസ് ഇരിക്കണുണ്ടോ? എവിടെ? മൂസിൻ്റെ ഈ മൂസിൻ്റെ ഒരു എന്തോ സ്കെൽറ്റൻ പോലത്തെ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മെറ്റൽ വെച്ചുണ്ടാക്കണേ. മെറ്റൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അതെ, ബെൻസിന്റെ വണ്ടിയാ, മെർസിഡീസിന്റെ വണ്ടിയാ. ബെൻസിന്റെയോ? അല്ലേ? ഡോർ സ്റ്റിയറിംഗ് നോക്കി അല്ലേ? എന്താ ചെയ്തേക്കണേ? ഫോർഡാണോ? ആ, ഫോർഡിന്റെ ഫോർഡ് ട്രാൻസിറ്റ് ആയിരിക്കും അല്ലേ? നടന്ന് ക്ഷീണിച്ച് ചെല്ലുമ്പോൾ തന്നെ എന്തെങ്കിലും തിന്നണേ. എനിക്ക് ഗ്യാസ് കയറിയിട്ട് രക്ഷയില്ല. എനിക്ക് മസിൽ കയറണം. ട്രാഫിക് ജാമിൽ പെട്ടിയെടുക്കാം ഞങ്ങൾ. ഇനി ഇവിടുന്ന് നേരെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം. എന്തെങ്കിലും ഞങ്ങളത് ക്വാളിറ്റീനിൽ എത്തിയിട്ടാ. റിസപ്ഷനിലാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട്. ഇവിടെ കപ്പിൾസെ കെട്ടിപ്പിടിച്ചിരിക്കണേ. നമ്മളിതേ ഇവിടെ ഒരു 2 കോഫി ബാറും എനിക്ക് തോന്നുന്നത് പൈസ കൊടുത്ത് ഗ്ലാസ് മേടിക്കണമെന്ന് കേട്ടോ. ഗ്ലാസ് റിസപ്ഷനിലായിരിക്കും ചിലപ്പോൾ ഗ്ലാസ്. ഇവരടുത്ത് പറയണ്ടേ നാളെ രാവിലത്തെ? എയർപോർട്ട് ടാക്സിലായിട്ട് നാളെ പറയണം. പിന്നെ അതുപോലെ വിശന്ന് തുടങ്ങി. എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ സ്കിപ്പിൽ ഓർഡർ ചെയ്യണോ? പുറത്തിറങ്ങി കഴിക്കാൻ നമ്മൾ വണ്ടിയിലാണ് നടക്കണം അറിയില്ലേ? ഇവിടെ ഇവിടെ നമ്മോട് ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റ് ആണ്. പിന്നെ അതിൻ്റെ അകത്ത് അപ്പുറത്തെ കണ്ടൊരു ഇതുണ്ട്, ഒരു കോംപ്ലക്സ് ഉണ്ട്. നമുക്ക് അല്ലെങ്കിൽ ഉച്ചത്തേക്ക് തൽക്കാലത്തേക്ക് ഓർഡർ ചെയ്താലോ? വൈകുന്നേരം വേണമെങ്കിൽ നമുക്ക് പുറത്ത് പോയി കഴിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. ചിലപ്പോൾ ആണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമിറേറ്റ്സുകാർ ഒറ്റ ഒരുത്തന്മാർ കാരണം അത് അല്ലാതെ ശരിക്കും എമിറേറ്റ്സിൽ തന്നെ ഇപ്പോൾ അത് പറഞ്ഞാൽ അവർ എന്താണ് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് നാളെയായിരുന്നു. ശരിക്കും നാളെയായിരുന്നു ഫുൾ കണക്ഷൻ. രാവിലെ 6 മണിക്ക് മോങ്ടൺ ടു മോൺട്രിയാൽ ഫ്ലൈറ്റ്, പിന്നെ മോൺട്രിയാൽ ടു ദുബായ് നാളെ തന്നെയായിരുന്നു. ആ നാളത്തെ ആ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ക്യാൻസലായി. എന്നിട്ട് അവർ പറഞ്ഞ ഓപ്ഷൻ വെച്ചാൽ ഒരു ദിവസം മുന്നത്തേക്ക് ആക്കുമോ അല്ലെങ്കിൽ വേണമെങ്കിൽ റീഫണ്ട് വരാമെന്ന്. അത് ഭയങ്കര ഒരു മര്യാദയില്ലാത്ത ഒരു പരിപാടി കാണിച്ചത്. ഞാൻ ഇതിന് ഈ ഹോട്ടലിൽ അക്കോമഡേഷൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ തരാൻ പറ്റില്ല എന്ന്. ഇപ്പോൾ നമ്മൾ 4 മാസം മുമ്പ് ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശും കൊടുത്ത് അക്കോമഡേഷൻ കൊടുത്ത് ഇവിടെ ചെയ്യേണ്ട അവസ്ഥ. അക്കോമഡേഷൻ മാത്രമല്ല, നമുക്ക് ഇവിടെ എക്സ്പെൻസീവ് അല്ലേ ഫുഡിന് എല്ലാത്തിനും. അങ്ങനെ ഒരു ചതി പറ്റി. ഇനിയിപ്പോൾ എന്തെങ്കിലും മാർഗമെന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ എമിറേറ്റ്സിനെ ഇമെയിൽ അയക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ആർക്കെങ്കിലും അറിയാവുന്ന ആൾക്കാരുടെ ഒന്ന് കമൻറ്റ് കേട്ടോ അടിയിൽ. റിസപ്ഷനിൽ പോയി റിസപ്ഷൻ പോയി താക്കോൽ മേടിച്ചിട്ടാണ് റൂമിലേക്ക് പോകുന്നത്. അവർ എയർലി ചെക്കിൻ തരാമെന്ന് പറഞ്ഞു. ശരിക്കും 3:30 ചെക്കിനുള്ളൂ. നേരത്തെ തരാമെന്ന് പറഞ്ഞു. ഒരു റൂം അവൈലബിൾ ഉണ്ട്, നേരത്തെ തരാമെന്ന് പറഞ്ഞു. ആ വണ്ടിയിലാണ്, ആ പുറത്തിറക്കണ വണ്ടിയിലാണ് നമ്മൾ വന്ന് ഫോർഡിൻ്റെ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലെ ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കാട്ടോ. ഞാൻ ഇരുന്നു, എനിക്ക് തളർന്നിട്ട് ഒരു രക്ഷയില്ല. എനിക്ക് വിശന്നിട്ടും ദാഹിച്ചിട്ട് ഒരു രക്ഷയില്ല. എന്തായാലും ഇച്ചാൻ പോയി അവിടുത്തെ റിസപ്ഷനിൽ പോയി നമുക്ക് താക്കോൽ മേടിച്ച് മുറി ചെന്നിട്ട് ആവിക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാം. ഫുഡ് എന്തെങ്കിലും ഉച്ചത്തേക്കുള്ളത് ഓർഡർ ചെയ്യാം, വൈകുന്നേരത്തേക്കുള്ളത് നമുക്ക് പുറത്ത് പോയി കഴിക്കുമെന്നോർത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് താക്കോൽ ഇട്ടിട്ട് മുറി പോയിട്ട് ബാക്കി വിശേഷം കാണിക്കാം. ഹലോ, ഞങ്ങൾ ഇവിടെ ചെക്കിൻ ചെയ്തിട്ട് പിന്നെ ഞങ്ങളിവിടെ വന്ന് കിടന്ന് ഉറങ്ങിപ്പോയിട്ട്. ആക്ച്വലി ഇപ്പോൾ ഞങ്ങൾ ഉറക്കത്തിന് കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അപ്പോൾ എനിക്ക് കിടന്ന് ഉറങ്ങിപ്പോയി. നല്ല ക്ഷീണമായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നമ്മൾ ചെക്കിൻ ചെയ്തിട്ട് പിന്നെ റൂമും കാര്യങ്ങളും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഉറങ്ങിയില്ല എന്ന് വെച്ചാൽ ഇവള് കൊച്ച് ഉറങ്ങാത്തതിന് ഒന്നും ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ കുറച്ച് നേരം ഒന്ന് കണ്ണടിച്ചൊന്ന് കിടന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു. 1.5 മണിക്കൂറാണ് ട്രെയിനിൻ്റെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് വന്നെങ്കിലും. അപ്പോൾ അതിപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാം, ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ മറ്റേ ഫോട്ടോസിലൊക്കെ കണ്ടപ്പോൾ കുറച്ചും കൂടെയും വലിപ്പമൊക്കെ ഉള്ള ഒരു മുറിയായിരുന്നു. പക്ഷേ ഇതാണ് മുറി.
കുഴപ്പമില്ല, ഒരു നൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് തൽക്കാലം ഇത് മതി. ബാത്റൂം ആണെങ്കിലും ആ അതൊക്കെ ഇളകിരിക്ക. പക്ഷെ ഫോട്ടോയിൽ കണ്ടപ്പോ എന്തൊരു നല്ല ഭംഗിയിലായിരുന്നു ഫോട്ടോസ്. വൃത്തിയില്ലാത്തൊരു റൂമാ. ഇപ്പൊ എന്നോർത്ത് അങ്ങനെ ഇത് വെക്ക്, സ്പെക്സ് കയറ്റി വെക്ക്, ഇത് കണ്ണിൽ വെക്ക്. അപ്പൊ ഞങ്ങളെന്നാ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് നടന്നിട്ടൊക്കെ വരാൻ വിചാരിച്ചോണ്ട്. ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടത്തുള്ളൂ. ഇനി ഉണ്ടല്ലോ സംഭവിച്ചില്ല. നമുക്ക് ഫ്ലൈറ്റ് ഇനി നാളെ ഉള്ളൂ. നാളെ വെളുപ്പിനെ നമുക്ക് 6 മണിക്ക്. അപ്പോൾ ഇത്ര ഇതിനകത്ത് എന്താ അടച്ചിരിക്കണ, ടി വി ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ എന്നാ പിന്നെ നമുക്ക് പുറത്തിറങ്ങി ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, വരൂ. റൂം ഒന്ന് പോട്ടിട്ടോ. ഇവിടെ എന്തോ ഈ സ്നാക്സ് ഒക്കെ, ഇത് പൈസ ഇട്ടാലാണ് കിട്ടുന്നതെന്നുള്ളൂ അല്ലേ? ഇത് തന്നെ ഇവിടെ ഐസ് വാട്ടറോ അതിനെ കിട്ടണ അവിടെ? ഇവിടെ വെള്ളം കിട്ടുമല്ലോ. അപ്പൊ ഐസ് വെള്ളം ഉണ്ടാവും ഇവിടെ. അപ്പൊ ആ കുപ്പിയിൽ നിറച്ചാൽ മതി. ഇല്ല, ഓരോ ഇരിപ്പുണ്ട്. നമുക്ക് പുറത്ത് മേടിക്കാം. പോയി വെള്ളം കൊള്ളും അറിയത്തില്ലല്ലോ. ഇപ്പൊ ഇവിടെ വലിയ സൗണ്ടിന് ഇതില്ലല്ലോ. ആബി ഒരു ഹായ് പറയോ? ബൈ. ഓ ആബി ലുക്ക് തന്നെ. പക്ഷെ ഇവിടെ എന്തോരം ആൾക്കാരാ. പേട്ട ഹോട്ടലാണെങ്കിലും അതാണ് പ്രധാന കാരണം. മഴ പെയ്യുന്നുണ്ട്, മഴ. ഇതാ പുറത്തുനിന്നുള്ള വ്യൂ ഹോട്ടലിന്റെ. ഇതാ പേര്, ഹോട്ടൽ ക്വാളിറ്റി ഇൻ ആൻഡ് സ്വീറ്റ്സ്. അടുത്ത ആൾക്കാരെ കൊണ്ടുള്ള വണ്ടി വന്നല്ലോ. നമ്മളപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മള് ജീൻ കോട്ട് പോയിട്ട് നമുക്ക് ആവിക്ക് ഒരു ക്രീം മേടിക്കാനുണ്ട്. പിന്നെ മഴയാണ് കേട്ടോ. അതെ, മഴ പൊടിയുന്നുണ്ട്. പിടിച്ചോ. എന്താ സൗണ്ട് അല്ലേ ഇവിടെ? നല്ലതാ. എയർപോർട്ടിനും ഒക്കെ അടുത്തല്ലേ ഇത്? അവിടെ ഒരു പെട്രോ കാനഡയും ഒരു ബഡ്ജറ്റ് ഏവിയസ് ഒക്കെ ഉണ്ട്. അവിടെ റെന്റേക്കാറിന്റെ പരിപാടിയാ ബഡ്ജറ്റ് ഏവിയസ്. അതിവിടെ ഗ്രീൻ കോട്ട് എന്ന് പറയുന്നത് ഇതുപോലത്തെ എന്തൊരു കടയല്ലേ അവിടെ? അത് ഫാർമസി അടി. ഗ്രീൻ കോട്ട് ഉണ്ട് അവിടെ. ഷോൺ കൊച്ചു ഞാൻ കണ്ട ഒരു ഫ്രഞ്ച് വേർഡാണ്. അതെനിക്കറിയില്ല. അത് കണ്ടിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ടല്ലോ അവിടെ. ടി ബാങ്ക്. അത് എക്സ്പ്രസ് ഡിന്നർ എവിടെ കണ്ടോ? വാൾമാർട്ട് അവിടെ പോയി നോക്കാം. ഫ്ലൈറ്റ് വന്നത് എന്റെ പൊന്നെ വളച്ചോടിച്ച് ആടി തിമിർത്തല്ലേ. അത് നമ്മളെന്താ അയാളെന്താ നേരത്തെ ഓടിച്ചങ്ങാണ്ട് എത്തിയ പോലെയാണ്. 1/4 മണിക്കൂർ മുമ്പ് അയാൾ മോൺട്രിയാലിന്റെ മേളെത്തി. എന്നിട്ട് അയാൾക്ക് ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നില്ല. എന്നിട്ട് അയാൾ കണ്ട സ്ഥലത്തേക്ക് കൊണ്ടേ കറക്കി. കണ്ട കാടിന് മുകളിൽ കൂടെ 1/2 മണിക്കൂർ അയാൾ കറക്കിയ ഫ്ലൈറ്റ്. എനിക്കാണെങ്കിൽ ഛർദിക്കാൻ വന്നിട്ട് പോകണ്ടായില്ല. വെറുതെ കുറച്ചു നേരം മേളിലിട്ട് നിർത്തി കളിച്ച്. വണ്ടി വരും. ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഹോട്ടൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ എയർപോർട്ടില് മറ്റേ ട്രാൻസിറ്റിന്റെ സമയത്ത് വേണമെങ്കിൽ എടുത്താൽ മതിയാ. കാരണം അല്ലാണ്ട് വന്ന് താമസിക്കാൻ പറ്റിയ ഹോട്ടലല്ല. അല്ലാണ്ട് പറ്റില്ല. ഇവര് ഇവിടെ തന്നെ നമുക്ക് എയർപോർട്ടിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അതാണ് മെയിൻ ഒരു കാര്യം എടുക്കാനായിട്ട്. ട്രാൻസ്പോർട്ടേഷൻ ആണ്. നടന്ന നമ്മൾ വാൾമാർട്ട് എത്തി. ഇതാണ് വാൾമാർട്ട്, മോൺട്രിയാലിലെ വാൾമാർട്ട് എൻട്രൻസ്. നമുക്കത് കുറച്ച് ചെടിയൊക്കെ അകത്ത് നോക്കാം എന്തൊക്കെയുണ്ട്. വാൾമാർട്ട് അടച്ചു പോയിട്ടോ. വാൾമാർട്ട് ഞങ്ങളുടെ ചെന്ന് കയറാൻ നേരത്തേക്ക് അതിന്റെ അകത്തുനിന്നുള്ള അവര് പറഞ്ഞു ഇത് അടച്ചു, 5 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നേരെ ഇനി മാക്സി പോയി നോക്കാം. മാക്സിലും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അത് സൂപ്പർ മാർക്കറ്റ്. അപ്പൊ അത് 9 മണി വരെ ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് ഇനി മാക്സി വരെ ഒന്ന് പോയി നോക്കാം. എടാ നമ്മുടെ അവിടെ ഇതുപോലെയുള്ള വാൾമാർട്ടില് 2ന്റെ ഒന്നും ഇല്ലല്ലോ. ഇവിടെ 2 ഉള്ളൂല്ലോ ഇതിനൊക്കെ. 2 ഉള്ളൂ. തക്കാളി മുളകൊക്കെ ഇത് അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോടാ അല്ലേ? ഇവിടെ എല്ലാം ഉണ്ടല്ലോ. കണ്ണ് തള്ളണോ? അപ്പൊ സോപ്പർ എടുക്കണോ? എന്റെ കണ്ണ് തള്ളണ്ടാണ്. കള്ളുന്നായി പോയി കണ്ണ്. ഇതിന്റെ അടി നോക്കിയെടുത്തില്ലേ പൂത്തും ചീഞ്ഞൊക്കെ. സ്ട്രോബെറി ഉള്ള എടുത്താൽ
അതെങ്ങനെയാ തൂക്കല്ലാത്തിന് സെയിം അല്ലേ? അവിടുന്ന് മാക്സിന്ന് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതേ പോവാണ്. ആവി ഭയങ്കര കരച്ചിൽ തുടങ്ങി. അപ്പോൾ അറിയില്ല ആവിക്കിന് വിശന്നിട്ടാണോ അറിയത്തില്ല. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ വെള്ളവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഇനി കുറച്ച് നേരം ഇതിക്കിടക്ക് ഒന്ന് കറങ്ങി നടന്ന്. കാരണം ഇനിയിപ്പോൾ ഇവിടെ അധികം കാഴ്ചകളൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്ന അത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിക്കിടന്ന് കറങ്ങി നടന്ന് റൂമിൽ ചെല്ലുക, പിന്നെ ഫ്രഷായി കിടക്കുക. നാളെ രാവിലെ 5:45 എനിക്ക് ഇവിടെ നേരെ എയർപോർട്ടിലേക്ക് ഇവിടെ തന്നെ വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ മോൺട്രിയിൽ നിന്ന് മോൺട്രിയൽ വരെ എത്തിയ വിശേഷമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ദുബായി പോകണം, ദുബായിൽ നിന്ന് കൊച്ചി പോകണം. അപ്പോൾ അതിൻ്റെ അടുത്ത വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.